ജേർണലിസത്തിൽ വിമർശനത്തിന് അതീതരായ ആരുമില്ലെന്ന് പറയുന്നു CPM മുതിർന്ന നേതാവ് MV ജയരാജൻ. വിമർശനവും സ്വയം വിമർശനവുമാണ് പാർട്ടിയുടെ കരുത്തെന്നും MV ജയരാജൻ പറഞ്ഞു. നേതൃത്വത്തെ അല്ലാതെ വേറെ ആരെ വിമർശിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും ചോദിച്ചു. ഞാനടക്കമുള്ള പാർട്ടി പ്രവർത്തകന്മാർ വിമർശന വിധേയരാകും. വിമർശനവും സ്വയം വിമർശനവുമാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. അതുകൊണ്ട് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ചേരുമ്പോൾ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചുള്ള വിമർശനമായിട്ടല്ല അതിനെ പാർട്ടി സമീപിക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളാണ് ഉയർന്നു വരുന്നതെങ്കിൽ അത് തിരുത്താനുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് അതിനെ പരിഗണിക്കുക. അതുകൊണ്ട് വിമർശനം എന്നത് ഉണ്ടാവാത്ത ഒരു പാർട്ടിയല്ല CPIM. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാജയത്തെ സംബന്ധിച്ച് ഗൗരവപൂർണമായ ആഴത്തിലുള്ള നിർഭയമായ ചർച്ച, സാധാരണ പാർട്ടിക്കകത്ത് നിർഭയമായ ചർച്ച തന്നെയാണ്, എന്നാൽ ആഴത്തിലുള്ള ചർച്ച നടത്തണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ ഒന്നും വിമർശിക്കാതെ പിന്നെ ആരെപ്പറ്റി വിമർശിച്ചിട്ടാണ് വിമർശനവും സ്വയം വിമർശനവും നടത്തുന്നത്? ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടയിലാണ് നേതാക്കളുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. VS രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, അപ്പോൾ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനമായി മാറുന്നുണ്ട്. വൺ മാൻ ഷോ എന്നൊക്കെയാണത്രേ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന വിമർശനം. ഇത് വ്യക്തികൾക്കെതിരെയല്ല എന്ന് പറയുമ്പോൾ പോലും നേതൃത്വം എന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടായ്മയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തികൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളെയല്ലേ പറയേണ്ടതെന്ന് MV ഗോവിന്ദൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി തിരുത്തൽ പ്രക്രിയ എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. വിനീത, തീർച്ചയായിട്ടും ആദ്യഘട്ടമായി പാർട്ടി ഇതൊരു കനത്ത പരാജയമാണ്. അത് ഏത് നേതാവിൻ്റെ ആണെങ്കിലും ഇപ്പൊ PK ശ്രീമതി പോലും പ്രതികരിക്കുമ്പോൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുമ്പോഴൊക്കെ കനത്ത പരാജയം സംഭവിച്ചു. പാർട്ടിക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടി എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നേതാക്കന്മാർ തുറന്ന് സമ്മതിക്കുന്നൊരു കാര്യം, പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു എന്ന കാര്യവും അവർ തുറന്ന് സമ്മതിക്കുകയാണ്. നേതൃത്വത്തെ അല്ലാതെ പിന്നെ ആരെ വിമർശിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നും നേതൃത്വത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട് എന്നും അത്തരം വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുമാണ് ഇന്നിപ്പോൾ MV ജയരാജനാണെങ്കിലും MV ഗോവിന്ദനാണെങ്കിലും പ്രതികരിക്കുമ്പോൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ മുതൽ വിമർശനമുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തലുകൾ ഉണ്ടാകും എന്നാണ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഇന്നിപ്പോൾ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന രീതിയിലും ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാക്കിയതിനെയും പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തെയും പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെയും ഉൾപ്പെടെ നേതാക്കന്മാരെ മുഴുവൻ വിമർശിക്കുന്ന തരത്തിലേക്ക് പാർട്ടി കമ്മിറ്റികൾ മാറുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ ഉള്ളതായി നേതാക്കന്മാർ സമ്മതിക്കുന്നു. അതിനനുസരിച്ചൊരു തിരുത്തൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നേതൃത്വത്തെ അണികൾ തിരുത്തുമോ അതോ താഴേക്കിടയിലുള്ള നേതാക്കൾ തിരുത്തുമോ? ഏതായാലും തിരുത്തൽ പ്രക്രിയ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വിമർശനവും സ്വയം വിമർശനവും സ്വാഭാവികമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്.